വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, ടാക്സി ക്യാബ് നമ്പേഴ്സ്. പേര് പോലെ തന്നെ ഈ നമ്പേഴ്സിൻ്റെ ഒറിജിൻ ഒരു ടാക്സി ക്യാബുമായി റിലേറ്റഡ് ആണ്. ഇതിനു പിന്നിൽ രസകരമായ ഒരു സ്റ്റോറി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. വൺസ് when Srinivasa Ramanuja was working with G.H. Hardy at the University of Cambridge, Hardy had came to visit Ramanujan at a hospital when he was ill. Hardy had ridden in a taxi cab numbered 1729 and he remarked that 1729 was rather a dull number, adding that he hoped that this was not a bad sign. Ramanujan immediately replied, "No, Hardy, it is a very interesting number. It is the smallest number that can be expressed as the sum of two cubes in two different ways." ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോറി? ഒരിക്കൽ രോഗബാധിതനായി കിടന്ന രാമാനുജനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഹാർഡി ഹോസ്പിറ്റലിലെത്തി. ഹാർഡി വന്നത് 1729 എന്ന നമ്പർ വരുന്ന ഒരു ടാക്സി ക്യാബിലായിരുന്നു. സോ ഈ നമ്പറിനെ പറ്റി ഹാർഡി രാമാനുജനോട് പറഞ്ഞു. ഇതൊരു ഡൾ നമ്പറായി തോന്നുന്നുണ്ടെന്നും ഇതൊരു ബാഡ് സൈൻ ആകരുതെന്നും തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാമാനുജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അല്ല ഹാർഡി, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ നമ്പറാണ്. 2 ക്യൂബുകളുടെ സമ്മായി 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും സ്മോളർ നമ്പറാണ് ഇത്" എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അതായത് 1729 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 ക്യൂബിൻ്റെയും 12 ക്യൂബിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 9 ക്യൂബിൻ്റെയും 10 ക്യൂബിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? രണ്ട് ഡിഫറെൻ്റ് ആയ 2 ക്യൂബുകളുടെ സം ആയി 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? 1 ക്യൂബിൻ്റെയും 12 ക്യൂബിൻ്റെയും സമ്മായിട്ടും 9 ക്യൂബിൻ്റെയും 10 ക്യൂബിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും സ്മോളർ നമ്പറാണ് 1729 എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഹാർഡിയുടെയും രാമാനുജൻ്റെയും കോൺവെർസേഷനിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഹാർഡി രാമാനുജൻ നമ്പർ എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്താണ് ഹാർഡി രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 1729. എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? 2 ക്യൂബുകളുടെ സമ്മായിട്ട് 2 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിൽ വരുന്ന മറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4104. 4104 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 16 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, ഈ 2 ക്യൂബിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ 15 ക്യൂബിൻ്റെയും 9 ക്യൂബിൻ്റെയും സമ്മായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു നമ്പർ 13832 ആണ്. സോ ഇത് 20 ക്യൂബും അതുപോലെ 18 ക്യൂബുമായി റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ 24 ക്യൂബിൻ്റെയും 2 ക്യൂബിൻ്റെയും സമ്മായിട്ടും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹാർഡി രാമാനുജൻ നമ്പർ എന്താണ്? 1729 ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസിലാണെങ്കിൽ നമുക്കതിനെ ഹാർഡി രാമാനുജൻ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? Numbers that can be expressed as the sum of 2 cubes in n different ways are called taxi cab numbers. അപ്പോൾ ഈ ടാക്സി ക്യാബ് നമ്പേഴ്സിൽ വരുന്ന മറ്റ് സീരീസ്, അതിനൊരു സീക്വൻസ് ഉണ്ട്. സോ ആ സീക്വൻസ് എന്ന് പറയുന്നത് ടാക്സി ക്യാബ് 1 എന്ന് പറയുന്നത്, അതായത് ഒരു നമ്പറിനെ നമുക്ക് ക്യൂബുകളുടെ സമ്മായിട്ട് ഒരു വേയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ടാക്സി ക്യാബ് 1. 2 തരത്തിൽ ക്യൂബുകളുടെ സമ്മ, 2 ക്യൂബുകളുടെ സമ്മായിട്ട് 2 ഡിഫറെൻറ്റ് വേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ടാക്സി ക്യാബ് 2 സീരീസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 2 ക്യൂബുകളുടെ സമ്മായിട്ട് 3 ഡിഫറെൻറ്റ് വേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ടാക്സി ക്യാബ് 3 കാറ്റഗറിയിൽ വരുന്നു. സോ ഇങ്ങനെ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ടാക്സി ക്യാബ് നമ്പേഴ്സ് ആണ്. അതായത് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ n ഡിഫറെൻറ്റ് വേസ് ആർ കോൾഡ് ടാക്സി ക്യാബ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്നും എന്താണ് ഹാർഡി രാമാനുജൻ നമ്പർ എന്നും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ സോ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.